Okay, so this is it. 555 monostable multivibrator സർക്യൂട്ടിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ. നൗ ഞാൻ ട്രിഗർ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് ഒരു ഐഡിയ, ഒരു ബേസിക് ഐഡിയ നിനക്ക് തന്നിട്ടുണ്ട്. സോ നമുക്ക് ആദ്യം അതിൻ്റെ ഗ്രാഫ് വരയ്ക്കാം. ഗ്രാഫ് വരച്ചിട്ട് വീൽ ഡെഡ്യൂസ് എവറിത്തിങ്, ഡെഡ്യൂസ് ദ ഹോൾ വർക്കിംഗ് ഫ്രം ദാറ്റ് ഗ്രാഫ്. സോ മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ യൂസിങ് 555 ഗ്രാഫ് എന്ന് പറയുമ്പം അതിൻ്റെ ട്രിഗർ ഗ്രാഫ് ഇങ്ങനെ ഇരിക്കും. ദിസ് ഇസ് പ്ലസ് വി സി സി. പ്ലസ് വി സി സിയിൽ നിന്ന് താഴോട്ട് ഡ്രോപ്പ് ചെയ്യും, ആൻഡ് ദെൻ ഗോസ് അപ്പ് അഗൈൻ, ഡ്രോപ്പ് ചെയ്യും ആൻഡ് ഗോസ് അപ്പ് അഗൈൻ. സോ ഈ ഇൻഡിവിജ്വൽ പീക്സ്, ഇൻഡിവിജ്വൽ ഡ്രോപ്സിൻ്റെ ഇടയിലുള്ള ടൈം പീരീഡാണ് ടി ടി. TT is the time period that you design the differentiator circuit with. If you remember that equation RDCD less than 0.016 TT. So ഈ TT ആണ് ഈ TT time period 0, ഇത് VT. Now ഈ ട്രിഗറിന് കറസ്പോണ്ട് ചെയ്ത് തന്നെയാണ് നിൻ്റെ ഔട്ട്പുട്ട് ഗ്രാഫ് നോക്കുകയാണെങ്കിൽ യു വിൽ നോട്ടീസ് ദാറ്റ് ഈ പോയിൻറ്റിന് കറസ്പോണ്ട് ചെയ്താണ് കപ്പാസിറ്റർ ചാർജ് ചെയ്തിട്ട് കപ്പാസിറ്റർ ചാർജസ് ഗ്രാജുവലി ആൻഡ് ഡിസ്ചാർജസ് ഇൻസ്റ്റൻ്റ്ലി. ഇറ്റ് ഡസൻ ഗ്രാജുവലി പുറത്തോട്ട് ഇങ്ങനെ വരത്തില്ല, ഇറ്റ് ഡിസ്ചാർജസ് ഇൻസ്റ്റൻ്റ്ലി ഓൺ ദാറ്റ് സ്പോട്ട്. ഇവിടെ മതേ കപ്പാസിറ്റർ ചാർജസ് ഗ്രാജുവലി, discharges instantaneously 0. I think capacitor goes to 2/3 VCC. 2/3 VCC ഇത് VC, ഇത് T. And then output അതനുസരിച്ച് മാറും. So output I think it goes up, right? So ഇവിടെ വരെ ഇത്രയും plus VCC or plus VSAT, I don't remember which exactly. പക്ഷേ ഇത് ഔട്ട്പുട്ടിൻ്റെ വേവ് ആണെന്ന് ആലോചിക്കാം. സോ കപ്പാസിറ്റർ ടൈം ഉണ്ടല്ലോ ടി സി, ടി സി ഈസ് ദ സെയിം എസ് ടി ഓൺ. സെയിം തിങ് ഹിയർ, ഇത് ടി സി, ഇതും ടി ഓൺ, ലൈക്ക് ദിസ് ഡ്യൂറേഷൻ. അപ്പോൾ ബാക്കി ടി ഓഫ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ടി ഓഫ് എന്ന് പറയുമ്പം ദിസ് ഹോൾ തിങ് ഇസ് ടി ടി. ടി ടിയിൽ നിന്നൊരു പോർഷനാണ് ടി സി. സോ ടി ഓഫ് ഓർ ടി ഡി അല്ല, ടി ഡിസ്ചാർജ് അല്ല, ഡിസ്ചാർജ് ഹാപ്പൻസ് ഇൻസ്റ്റൻറ്റേനിയസ്ലി. ലെറ്റ്സ് സേ ദിസ് ഇസ് ടി ഓഫ്, വിച്ച് ഇസ് ദ സെയിം തിങ് ഹിയർ ഇറ്റ് സെൽഫ്, ടി ഓഫ്. ടി ഓഫ് എന്ന് പറയുമ്പം ഈ ഫുൾ ടി ടി മൈനസ് ടി സി ഇല്ലെങ്കിൽ ടി സി ഇല്ലെങ്കിൽ ടി ഓൺ. സോ ടി ടി മൈനസ് ടി സി ചെയ്താൽ യു ഗെറ്റ് ടി ഓഫ്, ഓർ ടി ടി മൈനസ് ടി ഓൺ ചെയ്താൽ യു ഗെറ്റ് ടി ഓഫ്. ഓക്കെ, നൗ ദാറ്റ് അസൈഡ് ഇതിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് മനസ്സിലാക്കിയെടുക്കാം. നൗ വിൽ സ്റ്റാർട്ട് ഹിയർ. ദ കപ്പാസിറ്റർ സി ഈസ് കണക്റ്റഡ് ടു ബോത്ത് 7 and 6. 7 എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിസ്ചാർജ് പിന്നാണ്, 7 ഡിസ്ചാർജ്. 6 നമ്മുടെ ത്രഷോൾഡ് വോൾട്ടേജ് പിന്നാണ്. ത്രഷോൾഡ് വോൾട്ടേജ് പിൻ, ആസ് യു ആർ അവെയർ ഓഫ്, ഇസ് ദ നോൺ ഇൻവേർട്ടിംഗ് ടെർമിലേക്ക് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പർ കമ്പാരറ്റർ യു സി, ഇത് എൽ സി. യു സിയുടെ അപ്പർ കമ്പാരറ്ററിലേക്ക് കണക്ട് ചെയ്തേക്കുന്ന പിന്നാണ് ത്രഷോൾഡ് പിന്ന്. സോ അങ്ങോട്ടും സി ആണ് കണക്ട് ചെയ്തേക്കുന്നത്, കപ്പാസിറ്റർ സി ആണ് അങ്ങോട്ടും കണക്ട് ചെയ്തേക്കുന്നത്. ആൻഡ് ആ സി തന്നെയാണ് നമ്മുടെ 7ലേക്ക് ഡിസ്ചാർജ് പിന്നിലേക്ക് കൊടുത്തേക്കുന്നത്. ഡി എന്ന് കൊടുക്കാം, ഡിസ്ചാർജ്. സോ ഈ കപ്പാസിറ്ററിനകത്തുള്ള വാല്യൂ കൂടുമ്പം പിൻ 6, അതായത് അപ്പർ കമ്പാരറ്ററിൽ വി പ്ലസ്സിലുള്ള വോൾട്ടേജ് വേരി ചെയ്തുകൊണ്ടിരിക്കും. സോ ഇഫ് വി സി ഇൻക്രീസസ്, ഈ വി പ്ലസ് ഓൾസോ ഇൻക്രീസസ്. നൗ ഈ കേസിൽ വി സി 0 ആണ്. സോ ഇവിടെ വി സി 0 ആണ്. ആൻഡ് ട്രിഗർ നമ്മൾ കൊടുത്തേക്കുന്നത് ഒരു ചെറിയ വാല്യൂ ആണ്. സോ ട്രിഗർ ഇസ് 1 എന്ന് പറയാം. ഇഫ് വി സി സി ഈക്വൽ ടു 10 വോൾട്ട്, അപ്പം ഈ ട്രിഗർ ഞാൻ ഇരിക്കുന്ന നിഗറിലാണ്, അത് വിട്ടേക്ക്. ട്രിഗർ കമ്പയർസ് വിത്ത് 1/3 VCC. 1/3 VCC എന്ന് പറയുമ്പോൾ 1/3 of 10, which is a tiny value. So let's say that's 2 or something, 2 volt or something. So ഈ ട്രിഗർ when it's applied at VC equal to 0, when it's applied it goes all the way to 1. So ഇവിടെ 1 വരും. And then which is lower? This is definitely lower than 2. അപ്പം ഇവിടെ 1 വരും, because V plus is greater than V minus. And in this case ഇവിടെ കപ്പാസിറ്ററിന് 0 ആണ് ഞാൻ പറഞ്ഞല്ലോ. വി സി 0 ആയ കേസിൽ വി സി 0 ആകുമ്പം ഇവിടെയും 0 അപ്ലൈഡ് ആവും.
0 is lesser than 2 by 3 VCC. 2 by 3 VCC ഇവിടെ എഴുതാം. 2 by 3 VCC, which means V plus is lesser than V minus. So this output is 0. So ഇവിടെ 1 ഉണ്ട്, ഇവിടെ 0 ഉണ്ട്. Q bar follows R. So this is also 0. And then ആ 0 തന്നെ ഇവിടെ അപ്ലൈ, ഇവിടെ ഒരു 1 വരും. പിന്നെ ആ 0 തന്നെ നമ്മുടെ ട്രാൻസിസ്റ്റർ അപ്ലൈ ആയിട്ടുണ്ട്. സോ ട്രാൻസിസ്റ്റർ is blocked basically. It doesn't allow anything to discharge. So it basically tells the capacitor, okay, you are at 0. You are allowed to charge up gradually now. So 7 shut out ആവുമ്പോൾ where does C charge through? C charges from VCC through R and into C. So from VCCയിൽ നിന്ന് R എന്നിട്ട് C എന്ന് പോകുമ്പം that means R is restricting the flow of current from VCC to C. So basically C charge up ആവാൻ C charge up ആവാനുള്ള ടൈം പീരീഡ് ഉണ്ടല്ലോ TC, ആ TC തീരുമാനിക്കുന്നത് ഈ ആറിൻ്റെ റെസിസ്റ്റീവ്നെസ് ആണ്. So the more resistive it is, the more time it takes for current to pass through R and reach and charge C up. So charging obviously depends on both R and C here. അതുകൊണ്ടാണ് അതൊരു ഗ്രാജുവൽ കർവ് ആയിട്ട് വന്നേക്കുന്നത്. ഇനി ഓക്കെ, സോ 0-ലായിരുന്നു ഞാൻ പറഞ്ഞു 7 the discharge pin basically gave the capacitor permission to charge from 0 to a high value, let's say plus VCC. അപ്പോൾ കപ്പാസിറ്റർ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നൗ വിൽ കം ബാക്ക് ഹിയർ. കപ്പാസിറ്റർ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവൻച്വലി ഇറ്റ് റീച്ചസ് 2 by 3 VCC. ലെറ്റ്സ് സേ 2 by 3 VCCനേക്കാളും കുറച്ചുകൂടി ചെറിയൊരു വാല്യൂ കൂടിയെന്ന് വിചാരിച്ചു. സോ ഇവിടെ നിന്ന് ഒരു 2 by 3 VCC +1 എന്ന് പറയാം, +1. സോ 2 by 3 VCC +1 ഇവിടെ വരികയാണെങ്കിൽ ദാറ്റ് അപ്ലൈസ് ഹിയർ ഓൾസോ. ഇവിടെ 2 by 3 VCCനേക്കാളും കൂടുതലായ വാല്യൂ ഉണ്ട്, ഇവിടെ 2 by 3 VCC ഉള്ളൂ. സോ V plus is greater than V minus and hence this outputs a 1. However here നമ്മൾ ട്രിഗർ ഓൾറെഡി ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞായിരുന്നു ആൻഡ് ഇറ്റ് ഗോസ് സ്ലോലി ബാക്ക് ടു പ്ലസ് VCC. അപ്പോൾ ട്രിഗർ ഇവിടെ പ്ലസ് VCCയിലേക്ക് തന്നെയാണ്, പ്ലസ് VCC വിച്ച് ഇസ് 10 volt. സോ ഇതിപ്പം ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ട്രിഗർ ഹാസ് ഓൾസോ റീച്ച് ദ പ്ലസ് VCC പോയിൻ്റ്. ഇവിടെ ഞാൻ 10 എഴുതാം. സോ ഇവിടെ 10 ആണ്. ആൻഡ് ദെൻ ഇവിടെ ഓൾറെഡി 2 ആണ്, ഞാൻ പറഞ്ഞല്ലോ ഇവിടെ 1 by 3 VCC എന്ന് പറഞ്ഞ വാല്യൂ ആണല്ലോ. ഞാൻ 1 by 3 VCC എന്ന് തന്നെ എഴുതാം, ഇല്ലെങ്കിൽ കൺഫ്യൂഷനാണ്. So 10 is obviously greater than 1 by 3 VCC, which means V minus is greater than V plus. This output is 0. 1ഉം 0ഉം ഉണ്ട്. Q bar ഞാൻ ഓൾറെഡി ഇവിടെ 0 കാരണം ഇവിടെ ഒരു 1 ഉണ്ടെന്ന് പറയാമായിരുന്നല്ലോ, ആ 1 ആയിരുന്നു ഇവിടെ നിന്ന് ട്രാൻസിഷൻ ചെയ്ത 1 കേട്ടോ. ഐ ഫോർഗോട്ട് ടു മെൻഷൻ ദാറ്റ്. ഓക്കെ, നൗ ഈ കേസിൽ Q bar ആറിനെ ഫോളോ ചെയ്യും, 1 ആവും. സോ ദിസ് ബിക്കംസ് 1 ആൻഡ് ദെൻ 1 കംസ് ഹിയർ, ഇൻവേർട്ടഡ് ആവും, 0 ആവും. വിച്ച് മീൻസ് 2 by 3 VCC ക്രോസ് ചെയ്ത പോയിന്റിൽ V out reverts back to 0. മനസ്സിലായോ? ആൻഡ് ദെൻ ഇറ്റ് കണ്ടിന്യൂസ് ലൈക്ക് ദാറ്റ്. അപ്പം ഈ കേസിൽ VC 0 ആണ്, പക്ഷേ നോ ട്രിഗർ സപ്ലൈഡ്. ഇതിൻ്റെ മേളിൽ നോക്കിയാൽ ട്രിഗറൊന്നുമില്ല, ആകെ ഈ പോയിന്റിൽ നോക്കുമ്പോഴാണ് ട്രിഗർ വരുന്നുള്ളൂ അല്ലേ. സോ നമുക്ക് ഈ പോയിന്റ് വെറുതെ ഒന്ന് നോക്കി വെച്ചേക്കാം. VC 0 ആണ്, ട്രിഗർ ഇല്ല. സോ 0 ആയി കഴിഞ്ഞു. എന്നിട്ട് ഞാൻ പിന്നെയും VCനെ 0 ആക്കി, ബിക്കോസ് VC ഡിസ്ചാർജ് ഇൻസ്റ്റൻറ്റേനിയസ്ലി. I forgot to mention that, I'm sorry. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഈ ഔട്ട്പുട്ട് 0-ലോട്ട് വരുന്നത് ഇവിടെ 1 ആയതുകൊണ്ടാണ്. ഈ 1 തന്നെ ഈ ട്രാൻസിസ്റ്റർ ഇവിടെ അപ്ലൈ ആയിട്ടുണ്ട്, വിച്ച് മീൻസ് ഇറ്റ് അലൗസ് ദ ട്രാൻസിസ്റ്റർ ടു പാസ് കറണ്ട് ത്രൂ, വിച്ച് മീൻസ് സിയിൽ കെട്ടിക്കിടന്ന ഇത്രയും 2 by 3 VCCനെ ഈ 7-ലൂടെ 7 isn't blocked anymore. So it says 7 says okay, you can discharge through me എന്ന് പറഞ്ഞ് 7 ആ VCനെ മുഴുവൻ ഇൻസ്റ്റൻറ്റേനിയസ്ലി കളയും. ആൻഡ് സിൻസ് C isn't discharging through any other resistor, you don't see any other resistor in between C and 7, so it instantly discharges everything it had within itself, as compared to the normal charging process where it charges through a resistor. ഈ കേസിൽ ഡിസ്ചാർജ് ചെയ്യുമ്പം ബ്ലോക്ക് ചെയ്യാൻ ആരുമില്ല. സോ ഓടുമനെ കണ്ട വഴി എന്ന് പറയുന്ന പോലെ ഇലക്ട്രോണിനെ വിടും. അപ്പോൾ അതുകൊണ്ടാണ് അത് ഇൻസ്റ്റൻ്റ്ലി ഡിസ്ചാർജ് ആവുന്നത്. ആൻഡ് ദെൻ ഞാൻ ഈ ട്രാൻസിഷണറി ഫേസിനെ പറ്റി ഞാനിപ്പോൾ പറയാം. ട്രാൻസിഷണറി ഫേസിൽ ഈ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വി സി വുഡ് ബി 0. പക്ഷേ ഈ ഗ്യാപ്പിൽ നോക്കുകയാണെങ്കിൽ ട്രിഗറൊന്നും അപ്ലൈഡ് അല്ല, ഇഗ്നോറിങ് ദിസ് പോയിൻറ്റ്. സോ ട്രിഗർ
സീറോ കൊടുത്തേക്കാം. ട്രിഗർ സീറോ അല്ലല്ലോ, ട്രിഗർ 10 തന്നെ, ഇറ്റ്സ് എ 10. ഓക്കെ, സോ ട്രിഗർ ഇസ് അറ്റ് 10. സോ ഈ കണ്ടീഷൻസ് നമ്മൾ ഇങ്ങോട്ട് അപ്ലൈ ചെയ്താൽ വി സി സീറോ, ട്രിഗർ ഇസ് എ 10. അപ്പോൾ ഇവിടെ സീറോ വിച്ച് ഇസ് ഗ്രേറ്റർ, 2/3 സി ഇസ് ഗ്രേറ്റർ, സോ ദിസ് ഇസ് സീറോ. ഈ കേസിൽ 10 ഇസ് ഗ്രേറ്റർ, ഞാൻ ട്രിഗർ 10 ആണെന്ന് പറയാനല്ലോ. സോ 10 ഉണ്ട്, 10 ഇസ് ഗ്രേറ്റർ ദെൻ 1/3 വി സി വിച്ച് ഇസ് സീറോ. രണ്ടും 0 ആകുമ്പം ഇത് നേരത്തെ ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകും. ആൻഡ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് അൺലെസ് ആൻഡ് അൺടിൽ എ ന്യൂ ട്രിഗർ സപ്ലൈ. സോ പുതിയ ട്രിഗർ അപ്ലൈഡ് ആകുമ്പം ഈ ട്രിഗർ മാറി ഒരു ലോ വാല്യൂ ആകും, ലെസ്സർ ദെൻ 1/3 വി സി, ലെറ്റ്സ് സേ 1, ആൻഡ് ദെൻ ദാറ്റ് സ്റ്റാർട്ട്സ് ഹോൾ പ്രോസസ് ഓവർ അഗൈൻ. സോ ദിസ് ബിക്കംസ് എ 1, and ഇത് 0 ആണ്, 1 ആണ്, and then this changes to a 0, and then it outputs a 1. 0 ഇവിടെ വന്ന് അപ്ലൈ ആവും. 0 tells capacitor not to pass anything through it, so capacitor is like hell now, and then that allows the capacitor അല്ല, transistor, and then that allows the transistor to charge up from 0 to a positive value. So it goes charge up ചെയ്ത് it goes all the way till plus 2/3 VCC, where once it crosses that point, അത് പിന്നെയും, അതായത് ഈ 2/3 വി സി സി പോയിൻ്റ് ക്രോസ് ചെയ്താൽ പിന്നെയും ഇത് ഇൻസ്റ്റൻ്റ്ലി ഡിസ്ചാർജസ്, ബിക്കോസ് the flip-flop resets or something. And then okay, I'm just being repetitive at this point, I think you get it. So yeah.